ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫില്ലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നാളത്തേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്, ഇൻട്രാഡേ ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 24,000 ആയിരിക്കും റെസിസ്റ്റൻസ് 1. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെനസ്ഡേയുടെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ വെനസ്ഡേയിൽ വന്ന ഏറ്റവും വലിയ റെസിസ്റ്റൻസ് തന്നെ മാർക്കറ്റ് വീണ്ടും റെസ്പെക്ട് ചെയ്തിരിക്കണേന് ഗൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 100 to 200 പോയിന്റ്സ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പും ഒരു ഗ്യാപ്പ് അപ്പും പിന്നെ 275 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റും ആണ് നൽകിയിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബ്രേക്ക് ഡൗൺ ആണ് ബിക്കോസ് ഓഫ് ദ ന്യൂസും കാര്യങ്ങളൊക്കെ കാരണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നല്ലൊരു മൂവ്മെന്റ് തന്നു, നല്ലൊരു കാര്യം. 1.16% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നില്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, വളരെ ചെറിയൊരു ഗ്യാപ്പ് ആയിട്ടാണ് നിഫ്റ്റി മുകളിലോട്ട് മൂവ് ചെയ്തത്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് നോക്കുവാണെങ്കിൽ ഏകദേശം വളരെ ചെറിയ ഗ്യാപ്പാണ്. 54 പോയിന്റ്സ്, ഒരു 55 റൗണ്ട് അപ്പ് എടുക്കാം, 55 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പാണ്. പിന്നെ താഴെയുള്ള 500 പോയിന്റ്സ് ഗ്യാപ്പ്. ഇതൊക്കെയാണ് നമ്മൾ നാളത്തെ ട്രേഡ് ചെയ്യാൻ നേരത്തെ വളരെയധികം ശ്രദ്ധിക്കാനുള്ള. അപ്പൊ ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാം. അപ്പോൾ ഇവിടെ അനാലിസിസ് നോക്കാൻ നേരത്തെ ആദ്യമേ തന്നെ ഞാൻ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്, ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസിംഗ് വന്നത് 24,051 ആണ്. നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈ സെൽ വാല്യൂ വന്നിരിക്കുന്നത് ഏകദേശം 24,050.60 പ്ലസ് 275 പോയിന്റ്സ് അപ്പ്. നല്ല മൂവ്മെന്റ് ആണ്. 1.16%, 1% മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ 500 പോയിന്റ്സ് ഗ്യാപ്പ്, ഇവിടെയുള്ള ഈ ഗ്യാപ്പും മെഷർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള 50 പോയിന്റ്സ് ഗ്യാപ്പും. ഇതാണ് ഇനി വളരെ ഫസ്റ്റ് നോക്കേണ്ട. ഈ 50 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. അതിനുശേഷമേ നമ്മൾ 500 പോയിന്റ്സ് ഗ്യാപ്പ് ഇത്തിരി സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. ഞാനിവിടെ 50 പോയിന്റ്സ് റൗണ്ട് അപ്പ് ആയിട്ട് എഴുതുന്നുണ്ട്, 50 പോയിന്റ്സ് ഗ്യാപ്പ്. അപ്പോൾ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയാൻ നേരത്തെ നമുക്ക് നോക്കേണ്ടത് 24,200 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 24,200 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് ആക്ട് ചെയ്യും. ഞാനിവിടെ 1 അവർ ചാർട്ടിലാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. അപ്പൊ 1 അവർ ചാർട്ടിലെ 24,200 എന്ന ലെവൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മുകളിലോട്ടൊരു ഇനിയും മുകളിലോട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. 24,200 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് 24,200 ബ്രേക്ക് ഔട്ട് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 24,400 ആയിരിക്കും. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. 24,400 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്ന ബുള്ളിഷ് ലെവൽ കൺഫർമേഷൻസ് എടുക്കുക. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ എന്നാൽ നെക്സ്റ്റ് 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ 1 അവർ ടൈം ഫ്രെയിമിൽ എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന പോലെ ശരിയാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ലെവൽ നോക്കേണ്ടത് ഓർക്കണം. താഴെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഏകദേശം 500 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ്. അത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. കാര്യം ആ 500 പോയിന്റ്സ് ഗ്യാപ്പ് താഴത്തോട്ട് വരുമ്പോൾ അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ 500 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ലാകാൻ പോകുന്നില്ല, പക്ഷെ പതുക്കെ താഴത്തോട്ട് ഫോൾ ആകും. കാര്യം 500 പോയിന്റ്സ് ഒന്നും ഒറ്റയടിക്ക് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 23,700 ഇത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് എടുക്കാൻ. 23,700 ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,400 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് ലെവൽ 2. ഓക്കെ, ഇതൊക്കെ എടുക്കാൻ റീസൺസ് ഉണ്ട്. സിംപ്ലി വെറുതെ കറക്കി കുത്തി എടുക്കുന്നതല്ല. കാര്യം ഇത് ആവറേജ് മൂവ്മെന്റിലും പിന്നെ പണ്ട് മാർക്കറ്റ് പലതവണ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ലെവൽസ് ഒക്കെയാണ്. പിന്നെ ആവറേജ് മൂവ്മെന്റും വരുന്നുണ്ട്, ഗ്യാപ്പ് ആവറേജ് വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് 23,400 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. അതേസമയം മാർക്കറ്റ് ഇവിടെ വന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്താൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് ചെറിയൊരു റീട്രേസ്മെന്റോട് കൂടി ഒരു ബുള്ളിഷ് ലെവൽ ഇവിടം വരെ, അതായത് 24,400 വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്ത് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് ഈ വാറിന്റെ സമയത്താണെങ്കിലും കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാനും കറക്റ്റ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് മനസ്സിലാക്കാനും ഗ്യാപ്പ് ഡൗൺ മനസ്സിലാക്കാനും ക്യാൻഡിൽസ് മനസ്സിലാക്കാനും, ഓപ്ഷൻസ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോൾ കോൾ ഓപ്ഷൻ എടുക്കണം, എപ്പോൾ പുട്ട് ഓപ്ഷൻ എടുക്കണം, എപ്പോൾ ഹെഡ്ജ് ചെയ്യണം, എപ്പോൾ മാർക്കറ്റിലെ എപ്പോൾ എൻട്രി എടുക്കണം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി. അതിന്
കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബിനോക്കി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂൾ 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സും നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ID ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓൾറെഡി അറിയാം 7166 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ വരച്ചിരുന്ന 56,600 ഇതും ഞാൻ വെനസ്ഡേയിലെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത ലെവൽ വെച്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പൊ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് 55,929 20 പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് അത്ര പ്രിസൈസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും ആ ലെവൽസ് എപ്പോഴും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ. അതുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് എപ്പോഴും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഒപ്പം വോളിയവും സെന്റിമെന്റലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോഴ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ ക്ലിയർ ചെയ്ത് പുതിയ ഡ്രോയിങ്സ് വരക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഫ്രൈഡേ ക്ലോസ് ചെയ്തത്, അതായത് ഈ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് 55,929 എന്ന ലെവലിലാണ്. ഇതായിരുന്നു നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്. ബൈസെൽ വാല്യൂ വന്നത് ഏകദേശം 55,912.75 പ്ലസ് 1,091 പോയിന്റ്സ് അപ്പ് 1.99% ആണ് അപ്പ് മൂവ്മെന്റ്. ഏകദേശം 2% ആണ് അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു താഴെയും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു താഴെയുള്ള ഗ്യാപ്പാണിത്, ക്ലോസ് ആയിട്ടില്ല. അത് മാത്രമല്ല നമുക്കിപ്പോ പുതിയ ഫോം ചെയ്തേക്കുന്ന ഗ്യാപ്പ് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. മെഷർമെന്റ് ഞാൻ പറയാം, ഞാൻ വലുതാക്കിയിട്ട് മെഷർമെന്റ് ഞാൻ പറയാം. മെഷർമെന്റ് വരുന്നത് ഇത് വളരെ ചെറിയ പോയിന്റ്സേ മെഷർമെന്റ് വരുന്നുള്ളൂ, 225 പോയിന്റ്സ്. ഞാൻ സീരിയസ് ആയിട്ട് വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട, എന്നാലും മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോഴേക്കും സൂക്ഷിച്ചെടുക്കണമെന്ന് പറയാൻ കാര്യം ഒന്നാമത് ചെറുതാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും. ഇത് ഗ്യാപ്പ് തിയറി ഒന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഡൗൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. പക്ഷെ അതിന്റെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് 1766 പോയിന്റ്സ് ഗ്യാപ്പ്. അത് ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു ഗ്യാപ്പാണ്, ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ക്ലോസ് ആവുന്നതല്ല. ഈ 225 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ബാക്കപ്പ് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ, അതായത് 54,600 എന്ന ലെവല് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുവാണ്. ഇത് സപ്പോർട്ട് ലെവൽ ആയിട്ട് വരും. 54,600 എന്ന ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് റീട്രേസ് ചെയ്തില്ലെങ്കിൽ എന്ന് എഴുതിക്കോട്ടെ, 54,600 ഇൻട്രാഡേ സപ്പോർട്ട് 1. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ, എങ്ങനെ ഇവിടെ നിന്ന് താഴെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഫോള് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെയും താഴത്തോട്ട് ഫോള് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഇങ്ങനെയുള്ള മൂവ്മെന്റ്സ് മാർക്കറ്റിൽ പലതവണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൺഫർമേഷൻസ് എടുക്കാതെ, ഒരു ബെയറിഷ് ക്യാൻഡിൽ എങ്കിലും കൺഫർമേഷൻ എടുക്കാതെ താഴത്തോട്ട് പുട്ട് ഓപ്ഷനോ അങ്ങനെയുള്ള ഒന്ന് ട്രേഡ് ചെയ്ത് 1 hour ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ നിർബന്ധമായും എടുക്കുക. ഓക്കെ, എപ്പോ 225 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ. ഓക്കെ, ഞാൻ ഈ 225 പോയിന്റ്സ് ഗ്യാപ്പ് അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലും വലിയ ഒരു ഇമ്പോർട്ടന്റ് ഗ്യാപ്പ് താഴെ ഉള്ളതുകൊണ്ടാണ് ഈ 25 പോയിന്റ്സ് ഗ്യാപ്പ് അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത്. പക്ഷെ പോയിന്റ് വൈസ് നോക്കിയാൽ ആ ഗ്യാപ്പും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 56,400 ആയിരിക്കും. ഈ 56,400
ബ്രേക്ക്ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇനി മുകളിലോട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. 56,400 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഔട്ട് ആയാൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 57, കറക്റ്റ് മെഷർ ചെയ്താൽ 57,600 വരും. ഞാൻ ഏകദേശം 200 പോയിന്റ്സ് വെച്ചാണ് എടുക്കുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അതും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഒരു 200 ആവറേജിൽ എടുത്തേക്കുന്നത് 56,700. പിന്നെ വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും നോക്കാൻ നേരത്തെ ഈ 56,700 ഒരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് ആക്ട് ചെയ്യും. ഇനി മിനിമൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ, മാർക്കറ്റ് മിനിമൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഡാഷ്ഡ് ലൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നത് ഈ 56,700 എന്ന ലെവൽ ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന ലെവലാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് പണ്ട് വന്ന ഗ്യാപ്പാണിത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ഈ ഗ്യാപ്പ്, ഇത് വലിയൊരു ഗ്യാപ്പ് വന്നത് ഫുള്ളി ക്ലോസ് ആകാത്ത ഗ്യാപ്പാണ്. ആദ്യം ക്ലോസ് ഇത് ഗ്യാപ്പ് വന്നത് 9th മൺഡേ, ഓക്കെ, 9th മൺഡേ മാർച്ച് 2006 വന്ന ഗ്യാപ്പാണ്. അതിന്റെ ഈ ഗ്യാപ്പ് ബാക്കി ഇത്രയും ഫില്ലാകാൻ കിടപ്പുണ്ട്. ഈ ഗ്യാപ്പ് മുകളിലോട്ട് ഫില്ലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ 56,400 എടുത്തേക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനർ റെസിസ്റ്റൻസും കൂടിയുണ്ട്. ഓക്കെ, ഒരു മൈനർ റെസിസ്റ്റൻസും കൂടിയുണ്ട്. കാര്യം ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു പൊസിഷനിൽ വന്നേച്ചു, അതായത് ഈ ഒരു പൊസിഷനിൽ വന്നേച്ചു മാർക്കറ്റ് പിന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ 54,600 സപ്പോർട്ട് 1 ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 53,300 ആയിരിക്കും. ഓക്കെ, 53,300 ഞാനിവിടെ മാർക്ക് ചെയ്യാം. 53,300 ഇതായിരിക്കും ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് ലെവൽ ആയിട്ട് വരുന്ന 53,300. ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ടാണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. അതാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞത്. ഗ്യാപ്പ് ഒറ്റയടിക്ക് ക്ലോസ് ആവില്ല, സ്ലോലി ക്ലോസ് ആവുള്ളൂ. അപ്പോ പേഷ്യന്റോടെ ട്രേഡ് ചെയ്യുക, അല്ലാതെ റാൻഡം ട്രേഡ്സ് എടുക്കാണ്ടിരിക്കുക ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡെക്സ് പെർഫോമൻസ് ഒക്കെ നോക്കാം. അപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ ടോപ്പ് ഗെയിനേഴ്സ് വന്നതിൽ ഏറ്റവും വലിയ ടോപ്പ് ഗെയിനർ വന്നത് ഏഷ്യൻ പെയിന്റ്, അതിന്റെ പുറകെ ഇച്ച മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ICICI ബാങ്ക്, എംആൻഡം, ശ്രീറാം ഫൈനാൻസ്, TMPV, ഇൻഡിഗോ, ആക്സിസ് ബാങ്ക്, SBIN, ബജാജ് ഫൈനാൻസ്, SV, അദാനി ആൻഡ് HDFC ലൈഫ്, ബജാജ് ഫൈനാൻസ്, ട്രെൻഡ്, ജിയോ ഫൈനാൻസ്, അദാനി പോർട്സ്, നെസ്ലെ ഇന്ത്യ LT, HDFC ബാങ്ക് എന്നിവയൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് വന്നത്. ലൂസേഴ്സ് ലിസ്റ്റ് കുറവാണ്, എന്നാലും ഏറ്റവും വലിയ ലൂസർ വന്നത് കോൾ ഇന്ത്യ ആണ്. അതിന്റെ തൊട്ട് പുറകെ സൺ ഫാർമ, ഇൻഫി, TCS, ടെക്കം, HCL ടെക്, ONGC ഇതൊക്കെയാണ് നമ്മുടെ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സ് വന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ ഗെയിനർ വന്നത് ഫെഡറൽ ബാങ്ക്, അതിന്റെ തൊട്ട് താഴെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBIN, യൂണിയൻ ബാങ്ക്, PNB ബാങ്ക്, ഇൻഡസ് ബാങ്ക്, AU ബാങ്ക്, കാനറ ബാങ്ക്, IDFC, HDFC, യെസ് ബാങ്ക്, കൊഡാക് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് വന്നത്. ലൂസേഴ്സ് ലിസ്റ്റ് ഇല്ല നമുക്ക്. കാര്യം ബാങ്ക് നിഫ്റ്റി നല്ലൊരു പെർഫോമൻസ് ആണ് ഫ്രൈഡേ പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡെക്സസ് എല്ലാം മിക്കതും 1% അല്ലെങ്കിൽ 1.5% മുകളിൽ നല്ലോണം പെർഫോം ചെയ്തു. ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് നിഫ്റ്റി മൈക്രോ ക്യാപ് 250 2% എബവ് പെർഫോം ചെയ്തു. ബാക്കി എല്ലാം 1% മുകളിലാണെങ്കിലും നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ആണ് ഏറ്റവും നല്ലത് പെർഫോമൻസ് ആയിട്ട് ഇൻഡെക്സസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്ടോറിയൽ ഇൻഡിസസ് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT ആണ് ഇത്തിരി ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതുപോലെ തന്നെ നിഫ്റ്റി MSIT ടെലികോം സെക്ടർ 0.18% ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. ബാക്കി എല്ലാ ഇൻഡസസും നോക്കിക്കഴിഞ്ഞാൽ 2% മുകളിൽ അല്ലെങ്കിൽ 2% അടുത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിഫ്റ്റി ഫാർമയും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും നിഫ്റ്റി ഹെൽത്ത് കെയറും മാത്രമാണ് ബുള്ളിഷ് ആയിട്ട് പോയെങ്കിലും 1% എബവ് ബുള്ളിഷ് ആയിട്ട് പോകാതിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫിനിഫ്റ്റിയിലോട്ട് പോകാം. അപ്പോ ഫിനിഫ്റ്റിയില് എടുത്തോട്ടെ. ഫിനിഫ്റ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫിനിഫ്റ്റിയിലും നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. 768 പോയിന്റ്സ് ആണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ ഫിനിഫ്റ്റിയിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്റെ ഈ 26,000 റെസിസ്റ്റൻസ് 1 നമ്മുടെ മാർക്കറ്റ് വെനസ്ഡേ റെസ്പെക്ട് ചെയ്ത ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ, ഇതാണ് ബ്രേക്ക് ഔട്ടിന്റെ മെയിൻ സിഗ്നൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട് 1 hour ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കണമെന്ന്. ഇവിടെ നോക്കിക്കേ, ആ ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് ആ ലൈനെ വെട്ടിക്കൊണ്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി. പിന്നെ മൂവ്മെന്റ് സൈഡ് വേസ് ആയിരുന്നു വന്ന് 26 to 10 വന്ന് ക്ലോസ് ചെയ്തിരിക്കണേന് ഗൈസ്. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ ക്ലോസിംഗ് വന്നത് 26 to 110 ആണ് നമ്മുടെ ഫ്രൈഡേ ക്ലോസിംഗ് വന്നത്.
ബൈ സെൽ വാല്യൂ വന്നത് ഏകദേശം 26,213.90 പ്ലസ് 528 പോയിന്റ്സ് അപ്പ്. നല്ല മൂവ്മെന്റ് ആണ്. ബാങ്ക് നിഫ്റ്റിനെ വെച്ച് നോക്കാൻ നേരത്ത് പോയിന്റ്സ് കുറവാണെങ്കിലും ബാങ്ക് നിഫ്റ്റിന്റെ ആവറേജ് മൂവ്മെന്റ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത് 2% ബാങ്ക് നിഫ്റ്റിനേൽ നല്ല പെർഫോമൻസ് ആണ് ഫിം നിഫ്റ്റി കാണിച്ചത്. അത് മാത്രമല്ല ഗ്യാപ്പ് ഏകദേശം 768 പോയിന്റ്സ് ഗ്യാപ്പ് ആണുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതും കൺസിഡറേഷനിൽ എടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് ബ്രേക്ക് ഔട്ട് ആയാലാണ് നമ്മുടെ ഈ 768 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇതൊന്ന് മെഷർ ചെയ്തോട്ടെ. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം 138 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 140 പോയിന്റ്സ് എന്ന് എഴുതാം. 140 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ബൈ സെൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 26,213.90. പിന്നെ ഇതിന്റെ ആവറേജ് മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഫിൻ നിഫ്റ്റിക്ക് സാധാരണ വരാറ് 150-200 പോയിന്റ്സ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് ഒരു ഡബിളിനേലും കൂടുതലുള്ള മൂവ്മെന്റ് ആണ് ഫിൻ നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോയിന്റ്സ് കുറവാണെങ്കിലും ഇപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി 1091, ഫിൻ നിഫ്റ്റി കുറവാണ്. പക്ഷെ അതിന്റെ ആവറേജ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് മൂവ്മെന്റ് നോക്കാൻ നേരത്ത് 2% ബാങ്ക് നിഫ്റ്റിനേൽ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കടക്കാനുള്ള. അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നോക്കേണ്ട ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇത് വൺസ് അപ്പോൺ എ ടൈം ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്താണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവിടെ 26,600 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ സപ്പോർട്ട് ലെവൽസ്, രണ്ട് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ് വരുന്നത്. ഒന്നിവിടെയും പിന്നെ ഒന്നിവിടെയും. ഓക്കെ, ഇതെടുക്കാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആവറേജ് വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ഡൗൺ മൂവ്മെന്റ്, അതായത് തേഴ്സ്ഡേ വന്ന ഏറ്റവും താഴെ വരെ വന്ന ഡൗൺ ലെവലും കൂടിയാണ് ഈ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത്. ഇതിന്റെ വാല്യൂ വരുന്നത് 25,600 ഒന്ന് വരുന്നത് 25,600. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 25,200 ആണ്. 25,200 ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 2 ആയിട്ട് ആക്ട് ചെയ്യും. രണ്ട് ലെവലും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള 140 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. പിന്നെ 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ മുകളിലും താഴെ എടുക്കുക. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ താഴെ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അഥവാ 25,600 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതെടുത്ത് കേട്ടോളണം. അഥവാ 25,600 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ നടുക്കോ അല്ലെങ്കിൽ താഴെ എത്തുമ്പോഴോ ഉണ്ടാകണമെങ്കിൽ, ക്രോസ് ആകാതെയുള്ള ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുകളിലോട്ടാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്കിൽ നമുക്ക് നോക്കാനുള്ള ഈ പറഞ്ഞ 26,600 ബ്രേക്ക് ഔട്ട് സംഭവിക്കണം. 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കുക. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഇവിടം വരെ എത്തിയിട്ട് താഴ്ത്തോട്ട് റീട്രേസ് നടക്കും. ഇതായിരിക്കും കൂടുതൽ സംഭവിക്കാനുള്ളത്. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ അത്രയും കരുത്ത് നമ്മുടെ ഫിൻ നിഫ്റ്റിക്ക് ഉണ്ടാകണം. അത്രയും ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള കരുത്ത് ആവറേജ് മൂവ്മെന്റ് വെക്കാൻ നേരത്ത് ഇപ്പോഴത്തെ വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും നോക്കാൻ നേരത്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഫഷണൽ രീതിയിൽ അനലൈസ് ചെയ്യാൻ പഠിക്കാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇമെയിലും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 4199 ആണ് കോഴ്സ് പ്രൈസ്. ലിമിറ്റഡ് ടൈമിലെ ഈ ഓഫർ ഉള്ള എത്രയും പെട്ടെന്ന് ഈ കോഴ്സ് ഗ്രാബ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ സെൻസെക്സ് ആണ് ഇനിയിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സെൻസെക്സിൽ നമുക്കറിയാം 1,500 പോയിന്റ്സ് ആണ് ഈ ഗ്യാപ്പ് നമുക്ക് താഴെയുള്ളത്. നമ്മൾ വരച്ചിരുന്നത് 77,200 ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 77,200 ഞാൻ അനാലിസിസ് വെച്ച് പറയാൻ നേരത്തെ ഈ 77,200 റെസ്പെക്ട് ചെയ്തേനെ എന്ത് ഈ ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ 77,200 എന്നുള്ളത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഈ ഗ്യാപ്പും കൂടി മെഷർ ചെയ്ത് നോക്കിയാൽ എനിക്ക് ക്ലിയാരിറ്റി തരണം. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. ഈ ഗ്യാപ്പും കൂടി ഞാൻ ഗ്യാപ്പിന്റെ മെഷർമെന്റ് എടുക്കാം. ആ ആവറേജ് മൂവ്മെന്റ് ആണ് മൂവ് ചെയ്തേക്കുന്നത് ഏകദേശം 192 പോയിന്റ്സ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ്സ് മൂവ് ചെയ്തു എന്ന് നോക്കിയേ. ഏകദേശം 194 എടുക്കാം. പക്ഷെ ആ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ആ ആവറേജ് മൂവ്മെന്റ് 77,200 മുകളിൽ കാണിച്ചത്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ 77,200 നിന്നാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പിന്റെ പെർസ്പെക്റ്റീവില് മാർക്കറ്റ് കുറച്ചുകൂടി മുകളിലോട്ട് മൂവ് ചെയ്താണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ക്ലോസിംഗ് വാല്യൂ മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യമേ തന്നെ ഗ്യാപ്പ് 1,500 പോയിന്റ്സ് ഉള്ള ഗ്യാപ്പ് ഞാൻ ഇവിടെ വരച്ചു വെച്ചോട്ടെ. ഒന്നും കൂടി ഞാൻ മെഷർ ചെയ്യുവാണ്, ഒന്ന് കൺഫേം ചെയ്യാനാണ്. യെസ്, 1,500 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്.
പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന ചെറിയ ഗ്യാപ്പ് അതും കൂടി ഞാൻ മെഷർ ചെയ്യുന്നുണ്ട്. കാര്യം അത് ഇമ്പോർട്ടന്റ് ആണ്. അത്ര കൺസിഡറേഷൻ എടുക്കണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്യാപ്പ് ആയിട്ട് കാണണം. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം ഞാൻ മെഷർ ചെയ്തോട്ടെ 109 100 പോയിന്റ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ സെൻസെക്സിന്റെ 500 to 1000 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റിൽ ഈ 109 റൗണ്ട് അപ്പ് ആയിട്ട് 100 എന്നാണ് ഞാൻ എഴുതുന്നത്. 100 പോയിന്റ്സ് എന്ന് പറയുന്നത് അത്ര വലിയ ഗ്യാപ്പ് ഒന്നും അല്ല, അത് ഈസിലി ക്ലോസ് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള മൂവ്മെന്റ് ഇന്ന് കഴിഞ്ഞ ഫ്രൈഡേത്തെ മൂവ്മെന്റ് വെച്ച് കൺസിഡർ ചെയ്യേണ്ടി വരും. ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് 77,537 കഴിഞ്ഞ ഫ്രൈഡേത്തെ ക്ലോസിംഗ് വന്നത് ബൈ സെൽ വാല്യൂ വന്നത് ഏകദേശം 77,550.25 ആണ്. പ്ലസ് 198 പോയിന്റ്സ് കൺസിഡറബിളി ബുള്ളിഷ് ആയിട്ട് കാണുന്ന 1.20% അപ്പ് മൂവ്മെന്റ്. അതും നല്ല മൂവ്മെന്റ് ആണ്. കാര്യം സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പോൾ 198 കൺസിഡറബിളി ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട് കിടക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് ലെവല് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാനുള്ളത് ഇവിടെയാണ്. ഇതെന്ന് പറയുന്നത് 78,400 എന്ന് പറയുന്ന ലെവലാണ്. 78,400 ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമുക്കുള്ള ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആണ് ഒന്നിവിടെ. ഇത് ഞാൻ എടുക്കാനും ഒരു കാര്യമുണ്ട്. ഇത് പണ്ട് വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലായിട്ട് മാർക്കറ്റിൽ റെസ്പെക്ട് ചെയ്തതാണ്. അത് ഒരു കാര്യം. പിന്നെ അത് കൂടാതെ അത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ വരുന്ന നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ഇതാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലോണം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായ 76,400 ഞാനിവിടെ മാർക്ക് ചെയ്യാം. 76,400 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 75,200 ആയിരിക്കും. 75,200 ഇതായിരിക്കും ഇൻട്രാഡേ സപ്പോർട്ട് 2. ഓക്കെ, അപ്പൊ ഈ ലെവൽസ് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച ഇത്തിരി ക്രൂഷ്യൽ ആയിരിക്കും. വാറിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വീഡിയോ ഞാൻ ആഡ് ചെയ്യണമെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അതനുസരിച്ച് എക്സ്ട്രാ വീഡിയോ വാർ ന്യൂസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ 1000 പോയിന്റ്സ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 76,400 അവിടെ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അഥവാ അതും ഫോം ചെയ്ത് കഴിഞ്ഞ് പിന്നെ 75,200 അവിടെ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ പിന്നെ ഫുള്ളി ഡൗൺ മൂവ്മെന്റ് നടത്തുന്നതായിരിക്കും. പക്ഷേ ഒരു ക്യാച്ച് പോയിന്റ് ഉള്ളത്, പക്ഷേ ഇവിടെ 75,200 അവിടെയോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ആയിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ്, ഇവിടെ വന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ നാളത്തേക്കുള്ള ഇൻട്രാഡേ അനാലിസിസ് വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും എൻക്വയറി നടത്തിയതിനു ശേഷം കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. 4199 ആണ് കോഴ്സ് പ്രൈസ്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം എന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗുഡ് നൈറ്റ്.